സംസ്ഥാന പാതയിലുമുണ്ട് ഇതേ വിഷയം. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പ്ലാച്ചേരി മുതൽ പത്തനംതിട്ട മൈലപ്ര വരെയുള്ള ഭാഗങ്ങളിൽ പലയിടത്തും കുന്നുകൾ ഇടിച്ചാണ്, അതും അശാസ്ത്രീയമായിട്ടാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. കുന്നുകൾ ഇടിച്ചു എന്നതൊഴിച്ചാൽ അവശേഷിക്കുന്ന ഭാഗം ഇടിയാതിരിക്കുന്നതിനുള്ള ശാസ്ത്രീയമായ ഒരു സുരക്ഷാ മാർഗവും റാന്നി മുതൽ മൈലപ്ര വരെയുള്ള ഭാഗങ്ങളിൽ ചെയ്തിട്ടില്ല. കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണെന്ന് പ്രവീൺ പുരുഷോത്തമൻ കാട്ടിത്തരുന്നു. പ്രവീൺ, കണ്ട കാഴ്ചകൾ എന്താണ് പത്തനംതിട്ടയിലുടനീളം? അരുൺ, പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത പത്തനംതിട്ടയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം വലിയ കുന്നുകൾ ഇടിച്ചാണ് ഈ റോഡ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന റോഡിന്റെ സ്ഥാനത്ത് പകരം വീതി കൂട്ടിയാണ് ഇപ്പോൾ കാണുന്ന നിലവാരത്തിലേക്ക് ഈ റോഡ് കരാറുകാർ എത്തിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ പത്തനംതിട്ട ജില്ല ഒരു മലയോര ജില്ലയാണ്. ഈ സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് കൂടുതലും കുന്നുകളുള്ള ഭാഗമൊക്കെ ഈ റോഡ് വികസനത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ പോലും കുന്നുകൾ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ 90 ഡിഗ്രി ചരിവിൽ തന്നെയാണ് എല്ലായിടങ്ങളിലും ഈ കുന്ന് ഇടിച്ച് നിരത്തിയിരിക്കുന്നത്. അതിന്റെ മുകൾ ഭാഗത്തൊക്കെ വീടുകൾ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം. ആ വീട്ടുകാരുടെ ഒരു സുരക്ഷ കൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ മഴയൊക്കെ ഉള്ള ഒരു സമയമാണ്. നാം മണ്ണ് ഉൾപ്പെടെ പ്രാഥമികമായി പരിശോധിച്ച് നോക്കിയിരുന്നു. മണ്ണെല്ലാം ഈ ജലത്തിൽ കുതിർന്ന് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. കാലങ്ങൾ കഴിയുമ്പോൾ മണ്ണ് ദുർബലമാവുകയും ഈ സംസ്ഥാന പാതയിലേക്ക് തന്നെ വലിയ കുന്ന് ഇടിഞ്ഞു വീഴാനുള്ളൊരു സാധ്യതയുമുണ്ട്. അതുമാത്രവുമല്ല, ഈ കുന്നിന്റെ മുകൾ ഭാഗത്തുള്ള വീടുകളൊക്കെ അപകടാവസ്ഥയിലാണ് എന്ന് തന്നെ പറയാം. മറ്റൊന്ന്, റോഡിന്റെ വശങ്ങളിൽ കരിങ്കല്ലുകൾ കൂട്ടിയിട്ട് നെറ്റ് കെട്ടി ഉറപ്പിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ പലയിടങ്ങളിലും ഈ സംസ്ഥാന പാതയോരത്ത് കണ്ടുവരുന്നത്. അത് റോഡിന്റെ ഉയരം 8 മീറ്ററോളമൊക്കെ വർദ്ധിപ്പിച്ചപ്പോൾ താഴെയൊക്കെ വലിയ റബ്ബർ തോട്ടമാണ്, കുഴികളാണ്. ഈ റോഡിന്റെ ഭിത്തി എന്നുള്ളത് കരിങ്കൽ കെട്ടിയടുക്കി വെച്ച് അവിടെ നെറ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. പല വീട്ടുകാരും ഈ റോഡിന്റെ ഉയരം വർദ്ധിച്ചപ്പോൾ അവരുടെ വീട് കുഴിയിലായിപ്പോയി. അപ്പോൾ പലപ്പോഴും അധികൃതർക്ക് ഈ കുടുംബാംഗങ്ങൾ തന്നെ പരാതി നൽകിയിരുന്നു. കാരണം ഈ കരിങ്കല്ലിങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതിന്റെ ഉറപ്പിൽ തങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അത് മാറ്റി കോൺക്രീറ്റ് ഭിത്തി തന്നെ വേണമെന്ന് ഒരാവശ്യം വീട്ടുകാർ ഉന്നയിച്ചിരുന്നു. അങ്ങനെ പലയിടങ്ങളിലും ഇങ്ങനെ പരാതി കൊടുത്ത വീട്ടുകാരുടെ ആ ഭാഗം മാത്രം ഈ കല്ല് അടുക്കി വെച്ചിരുന്ന ആ ഒരു സമ്പ്രദായം മാറ്റി പൂർണ്ണമായും കോൺക്രീറ്റിംഗിലേക്ക് മാറിയിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് മറ്റൊന്ന്, പരാതി കൊടുക്കുന്ന ചില ഒറ്റപ്പെട്ട ആളുകളുടെ മാത്രം പരിസരത്ത് റിട്ടൻഷൻ വാളുകൾ ഉണ്ടാക്കുന്നു. അതല്ലല്ലോ നമ്മളുടെ ദേശീയപാത നിർമ്മാണത്തിന്റെ നയം.